ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ്. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ച വിവിധ ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ വെബ് ബ്രൗസർ? അപ്പോൾ ഐ ടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവയെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഒന്ന് ഇഗ്നോർ ചെയ്യരുത് കേട്ടോ. സിമ്പിളാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു മാർക്ക് ലഭിക്കും. ഈ ഭാഗത്ത് നിന്ന് എത്ര മാർക്കിനുള്ള ചോദ്യമാണോ വരുന്നത് ആ മാർക്ക് മുഴുവൻ നിങ്ങൾക്ക് അടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. സോ നന്നായിട്ട് പഠിക്കുക. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ വെബ് ബ്രൗസർ? വെബ് ബ്രൗസറിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ടു ക്രിയേറ്റ് വെബ് പേജസ്. ഓപ്ഷൻ ബി, ടു ആക്സസ് ആൻഡ് ഡിസ്പ്ലേ കണ്ടന്റ് ഓൺ ദ വേൾഡ് വൈഡ് വെബ്. ഓപ്ഷൻ സി, ടു സെൻഡ് ഇമെയിൽസ്. ഓപ്ഷൻ ഡി, ടു സ്റ്റോർ ഡാറ്റ ഓൺ എ സെർവർ. എന്തായിരിക്കും ഒരു വെബ് ബ്രൗസറിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ടു ആക്സസ് ആൻഡ് ഡിസ്പ്ലേ കണ്ടന്റ് ഓൺ ദ വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിനകത്തുള്ള കണ്ടന്റുകളെ ആക്സസ് ചെയ്യുവാനും അവയെ എക്സിബിറ്റ് ചെയ്യുവാനും അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുവാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയാണ് വെബ് ബ്രൗസർ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. വെബ് പേജസ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളെ നമുക്ക് കാണിച്ചു തരുന്ന അല്ലെങ്കിൽ ഇവ ലോഡായി ഡിസ്പ്ലേ ആക്കുന്ന സോഫ്റ്റ്വെയറുകൾ കൂടിയാണ് എന്തെന്ന് പറയുന്നത് വെബ് ബ്രൗസേഴ്സ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലാക്കുക. എപ്പോഴും വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും പരസ്പരം മാറിപ്പോകുന്നു സാറേ എന്ന് കുറേ ഉദ്യോഗാർത്ഥികൾ എന്നോട് പറയാറുണ്ട്. വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക, വെബ് പേജുകളെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ വേൾഡ് വൈഡ് വെബിനകത്തുള്ള കണ്ടന്റുകളെ ഡിസ്പ്ലേ ചെയ്യുവാനും ആക്സസ് ചെയ്യുവാനും വേണ്ടിയിട്ട് നമുക്ക് വെബ് ബ്രൗസർ യൂസ് ചെയ്യാം. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ അല്ലെങ്കിൽ ഡാറ്റകളെ മാക്സിമം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുവാനായിട്ട്, മാക്സിമം സെർച്ച് ചെയ്തെടുക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സെർച്ച് എൻജിൻ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് പർപ്പസാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട വെബ് ബ്രൗസേഴ്സ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡിൽ 90% ഓഫ് യൂസേഴ്സും ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് കേട്ടോ. 90% ഓഫ് യൂസേഴ്സും യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മോസില്ല ഫയർഫോക്സ്, പിന്നെ ഓപ്പറ, സഫാരി ഇവയെല്ലാം വ്യത്യസ്ത വെബ് ബ്രൗസറുകളാണ് കേട്ടോ. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റാണ്, ഒരു വെബ് ബ്രൗസറാണ് എഡ്ജ്. നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനോടൊപ്പം തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഒരു വെബ് ബ്രൗസറാണ് എഡ്ജ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളാരും അതിനെ മൈൻഡ് ചെയ്യാറില്ല. നമ്മളെല്ലാവരും നേരെ ഗൂഗിൾ ക്രോം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെബ് ബ്രൗസറാണ് എഡ്ജ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റിന് പണ്ടൊരു വെബ് ബ്രൗസർ ഉണ്ടായിരുന്നു, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. പക്ഷേ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ കമ്പനി നിർത്തി. 2015 അതെന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പിന്നീട് ഇറങ്ങുന്ന വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോടൊപ്പം എഡ്ജ് എന്ത് ചെയ്തത്, ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. ഇതെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള വെബ് ബ്രൗസേഴ്സ് ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഓപ്പറ, സഫാരി, എഡ്ജ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്നൊക്കെ പറയുന്നത് വ്യത്യസ്ത വെബ് ബ്രൗസറുകളാണ്. അപ്പോൾ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിനകത്തുള്ള വെബ് പേജുകളും വെബ്സൈറ്റും ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫയൽ എക്സ്റ്റൻഷൻസ് ടൈപ്പിക്കലി ഇൻഡിക്കേറ്റ്സ് എ വെബ് പേജ്? ഇവിടെ ചുവടെ കുറേ ഫയൽ എക്സ്റ്റൻഷൻസ് തന്നിട്ടുണ്ട്. ഫയൽ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ, ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഫയൽ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ എക്സ്റ്റൻഷനിൽ നമ്മളൊരു ഫയലിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ചുവടെ തന്നിരിക്കുന്ന ഫയൽ എക്സ്റ്റൻഷൻസിൽ വെബ് പേജിനെ സൂചിപ്പിക്കുന്ന ഫയൽ എക്സ്റ്റൻഷൻസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ .exe, ഓപ്ഷൻ ബി .html, ഓപ്ഷൻ സി .jpeg, ഓപ്ഷൻ ഡി .txt. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ?
ഒരു വെബ് പേജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫയൽ എക്സ്റ്റൻഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പറയുക .html ആണ് കേട്ടോ. .html എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML ഫയലാണ്, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫയലാണ്. അവയെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് HTML അല്ലെങ്കിൽ .htm എക്സ്റ്റൻഷനിലാണ് കേട്ടോ. .html കൊടുത്ത് സേവ് ചെയ്താലും .htm കൊടുത്ത് സേവ് ചെയ്താലും അതൊരു വെബ് പേജ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വെബ് പേജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഫയൽ എക്സ്റ്റൻഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ പറയുക .html ആണ് അല്ലെങ്കിൽ .htm എക്സ്റ്റൻഷൻ ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ, അറിയുക. അതുപോലെ .exe എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. .exe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, വിൻഡോസ് ആപ്ലിക്കേഷൻ ആണ്. വിൻഡോസ് പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, .exe എന്ന് പറയുന്നത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ .exe ഫയലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനെയാണ് റൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേട്ടോ. .jpg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഫയലാണ് കേട്ടോ. ഇമേജ് ഫയലിനെയാണ് .jpg ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ .txt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് പാഡ് ഫയലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ സെർച്ച് എഞ്ചിൻ? സെർച്ച് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ടു ഹോസ്റ്റ് വെബ്സൈറ്റ്സ്. ഓപ്ഷൻ ബി, to index web pages and provide search results. Option C, to manage user accounts. Option D, to transmit data packets. ചിലപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ ഈ ചോദ്യം തെറ്റിക്കാനും ചാൻസ് ഉണ്ട്. കൂടുതൽ പേരും ശരിയാക്കും, കുറച്ച് പേര് തെറ്റിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ, കൺഫ്യൂഷൻ വന്നിട്ട്. എന്താണ് സെർച്ച് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, ടു ഇൻഡെക്സ് വെബ് പേജസ് ആൻഡ് പ്രൊവൈഡ് സെർച്ച് റിസൾട്ട്സ് കേട്ടോ. ഒരു യൂസർ സെർച്ച് ചെയ്യുന്ന ഡാറ്റയെ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ഇൻഫർമേഷനെ മാക്സിമം എടുത്തുകൊണ്ട് ആ യൂസറിൻ്റെ ബ്രൗസറിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് സെർച്ച് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സെർച്ച് എഞ്ചിൻ കുറേ ഡാറ്റകളെ അല്ലെങ്കിൽ കുറേ ഇൻഫർമേഷനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡെക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഓർഡറിൽ ഇൻഡെക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് സെർച്ച് എഞ്ചിൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഡെക്സിനകത്ത് അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സെർച്ച് എഞ്ചിൻ ആ ഡാറ്റ എന്ത് ചെയ്യും, നമുക്ക് എടുത്തു തരും. അപ്പോൾ സെർച്ച് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്, വേൾഡ് വൈഡ് വെബിനകത്ത് കിടക്കുന്ന ഇൻഫർമേഷനെ മാക്സിമം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഈ സെർച്ച് ചെയ്യാനായിട്ട് ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഡാറ്റകളെ സെർച്ച് ചെയ്യാനായിട്ട് സെർച്ച് എഞ്ചിനകത്ത് എന്തുണ്ട്, സ്പൈഡേഴ്സ് അതേപോലെ തന്നെ ക്രോളേഴ്സ് ഇങ്ങനെയുള്ള കുറച്ച് ടൂൾസ് ഉണ്ട്. ഇവരെല്ലാം എന്താണ്, ബോട്ടുകളാണ് കേട്ടോ, റോബോട്ടുകളെ പോലെ വർക്ക് ചെയ്യുന്ന ടൂളുകളാണ്. ഇവർ എന്ത് ചെയ്യുന്നു, മാക്സിമം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഏതൊക്കെ സെർവേഴ്സിലാണോ കിടക്കുന്നത് അവിടെ നിന്ന് ആ സെർവറിൽ നിന്ന് ഈ ഡാറ്റാസിനെയൊക്കെ കൊണ്ടുവന്ന് സെർച്ച് എഞ്ചിനിൽ ഇൻഡെക്സ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് തരുന്നത് കേട്ടോ. വാട്ട് ഈസ് സെർച്ച് എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂസറിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ മാക്സിമം കളക്ട് ചെയ്ത് കൊണ്ടുതരുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻസ് ഏതൊക്കെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ അല്ലേ. ഇപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമുക്ക് യാതൊരു സമാധാനവുമില്ല. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും AI-യിലാണ്. ChatGPT അല്ലെങ്കിൽ ജെമിനി AI ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈറ്റുകളാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഡൗട്ട്സ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, അതേപോലെ തന്നെ യാഹൂ സെർച്ച് എഞ്ചിൻ, പിന്നെ വരുന്നത് ബിങ്, പിന്നെ ആസ്ക്, അതുപോലെ ഓൾട്ടാ വിസ്റ്റ, ഡക്കോ ഡക്ക് ഇവയെല്ലാം പ്രധാനപ്പെട്ട ചില സെർച്ച് എൻജിൻസ് ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഒരെണ്ണം കൂടിയുണ്ട്, യാൻടെക്സ്. ഇവയെല്ലാം പ്രധാനപ്പെട്ട സെർച്ച് എൻജിനുകളാണ് കേട്ടോ.
ഗൂഗിൾ, യാഹൂ, ബിങ്, ആസ്ക്, ആൾട്ടാവിസ്റ്റ, ഡക്കോ ഡക്ക്, യാൻടെക്സ് ഇവയെല്ലാം സെർച്ച് എഞ്ചിൻസ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സെർച്ച് എഞ്ചിൻ്റെ പേരുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഓർമ്മ വന്ന സെർച്ച് എഞ്ചിൻസ് ഒക്കെയാണ് ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടത് കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗൂഗിളാണ് കേട്ടോ. ഗൂഗിൾ, പിന്നെ യാഹൂ, ബിങ്, ആസ്ക്, ആൾട്ടാവിസ്റ്റ, ഡക്കോ ഡക്ക്, യാൻടെക്സ്. അതുപോലെ തന്നെ ലിനക്സ് എന്നൊരു സെർച്ച് എഞ്ചിൻ ഉണ്ട്. പേര് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സുമായിട്ട് മാറിപ്പോകരുത്. ഇത് LYNX ആണ്. LYNX എന്ന് പറയുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ബേസ്ഡ് കണ്ടന്റ് മാത്രമേ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കത്തുള്ളൂ ഈ സെർച്ച് എഞ്ചിൻ കേട്ടോ. ടെക്സ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിപ്ഷൻസ് മാത്രമേ ഈ ഒരു സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യുള്ളൂ, ലിസ്റ്റ് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ചു തരികയുള്ളൂ. ഇമേജസും വീഡിയോസും അതിനകത്ത് സപ്പോർട്ടഡ് അല്ല കേട്ടോ. ഇതെല്ലാം വേരിയസ് സെർച്ച് എഞ്ചിൻസ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ സെർച്ച് എഞ്ചിനും പിന്നെ വെബ് ബ്രൗസറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. സെർച്ച് എഞ്ചിൻ്റെ കുറേ സെർച്ച് എഞ്ചിൻ കമ്പനീസും ഉണ്ട്, കുറേ വെബ് ബ്രൗസർ കമ്പനീസും ഉണ്ട്. ഇവരുടെ പേരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല. വൃത്തിയായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ? ചുവടെ തന്നിരിക്കുന്നവയിൽ സെർച്ച് എഞ്ചിൻ്റെ എക്സാമ്പിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗൂഗിൾ, ഓപ്ഷൻ ബി ഫേസ്ബുക്ക്, ഓപ്ഷൻ സി യൂട്യൂബ്, ഓപ്ഷൻ ഡി ട്വിറ്റർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ. ഇതെന്തായാലും നിങ്ങൾ പറയും, ഗൂഗിളാണ് ഒരു സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ബാക്കി തന്നിരിക്കുന്ന ഇവയെല്ലാം എന്താണ്? സോഷ്യൽ മീഡിയാസ് ആണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് അല്ലേ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അതിൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് എന്ന് മനസ്സിലാക്കുക. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആണ് അല്ലേ. ഗൂഗിൾ കോർപ്പറേഷൻ്റെ തന്നെ ഒരു വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ട്വിറ്റർ എന്ന് പറയുന്നതോ ഷോർട്ട് മെസ്സേജസ് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഈ ട്വിറ്റർ വഴി നമ്മൾ ഷെയർ ചെയ്യുന്ന ഷോർട്ട് മെസ്സേജസിനെ ട്വീറ്റ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. ട്വീറ്റ്സ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും എന്താണ്? ട്വീറ്റുകളാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് HTML ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ എ ഹൈപ്പർ ലിങ്ക്? ചുവടെ തന്നിരിക്കുന്ന ഏത് HTML ടാഗാണ് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ലിങ്ക് ടാഗ്, ഓപ്ഷൻ ബി എ ടാഗ്, ഓപ്ഷൻ സി HREF ടാഗ്, ഓപ്ഷൻ ഡി URL ടാഗ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എ ടാഗ് ആണ് കേട്ടോ. എ ടാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിനെ ആങ്കർ ടാഗ് എന്ന് എന്ത് ചെയ്യാം, പറയാം. ആങ്കർ ടാഗ് കേട്ടോ. പക്ഷേ നമ്മൾ പ്രോഗ്രാമിനകത്ത് എഴുതുമ്പോഴത്തേക്ക് ആങ്കർ എന്ന് പറയുന്ന കീവേഡ് എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യില്ല. നമ്മൾ എ ടാഗ് എന്ന് പറഞ്ഞ് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, എഴുതാറുള്ളൂ. ഇത് ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് കൂടിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. HREF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കർ ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് കേട്ടോ. എ സ്പേസ് HREF ഈക്വൽ ടു നമുക്ക് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ട, ഹൈപ്പർ ലിങ്കായിട്ട് വരേണ്ട ഡോക്യുമെൻറ്റിൻ്റെ ലിങ്ക് എന്താണോ അത് നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ india.html എന്ന് പറയുന്ന ഒരു പേജ്, ജസ്റ്റ് ആ പേജിൻ്റെ ഒരു പേര് ഇവിടെ കൊടുത്തു. ദെൻ ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇവിടെ HREF ഈക്വൽ ടു india.html എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ലിങ്കായിട്ട് വരേണ്ട ഫയൽ ഏതാണോ അതിനെയാണ് ഞാൻ അവിടെ india.html എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തത്, അതിൻ്റെ ഒരു അഡ്രസ്സ് അവിടെ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിനകത്ത് എന്ത് ചെയ്യുന്നത്, എഴുതുന്നത് കേട്ടോ. അപ്പോൾ HREF ഈക്വൽ ടു india.html, ദെൻ ഇന്ത്യ എന്ന് ഞാനിവിടെ എഴുതി എ ടാഗ് ക്ലോസ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് വരുന്നത് ഹൈപ്പർ ലിങ്ക് ആയിട്ടായിരിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ india.html എന്ന് പറയുന്ന ഫയൽ ഓപ്പണായി വരും കേട്ടോ. അവിടെ JPG ഫയലോ വീഡിയോ ഫയലോ എന്ത് വേണമെങ്കിലും കൊണ്ടുവെക്കാം കേട്ടോ. ഹൈപ്പർ ലിങ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഏത് ഫയലായാലും അതിൻ്റെ എക്സ്റ്റൻഷൻ കൃത്യമായിട്ട് അവിടെ ഡോട്ട് കഴിഞ്ഞ് കൊടുത്താൽ മതിയാവും, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ആങ്കർ ടാഗ് അല്ലെങ്കിൽ എ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ലിങ്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് എ ടാഗാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ്, വാട്ട് ടെക്നോളജി അലൗസ് ഫോർ ഡൈനാമിക് കണ്ടന്റ് ഓൺ വെബ്സൈറ്റ്സ്? അപ്പോൾ വെബ് പേജിനകത്ത് ഡൈനാമിക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടെക്നോളജിയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ HTML, ഓപ്ഷൻ ബി CSS, ഓപ്ഷൻ സി ജാവാസ്ക്രിപ്റ്റ്, ഓപ്ഷൻ ഡി XML. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ജാവാസ്ക്രിപ്റ്റ് ആണ് കേട്ടോ. ജാവാസ്ക്രിപ്റ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഒരു ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്.
വെബ്സൈറ്റ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്. വെബ്സൈറ്റിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് വെബ്സൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക് വെബ്സൈറ്റും ഉണ്ട്. സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് മാത്രം, ജസ്റ്റ് നമുക്ക് അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കുറേ പിക്ചേഴ്സും അതേപോലെ തന്നെ ടെക്സ്റ്റുകളും ഒക്കെ കാണാൻ സാധിക്കുന്ന മാത്രമുള്ള ഒരു വെബ്സൈറ്റിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ആ വെബ്സൈറ്റിനോട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയാം. ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആ വെബ്സൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അത്തരത്തിലുള്ള വെബ്സൈറ്റുകളെ നമുക്ക് ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് നമുക്ക് പറയാം കേട്ടോ. ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു ബാക്ക് എൻഡൊക്കെ, ഒരു ഫ്രണ്ട് എൻഡും ഒരു ബാക്ക് എൻഡും അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഡാറ്റാ ബേസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെ ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയാം. ഡൈനാമിക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് കേട്ടോ. HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഒരു വെബ് പേജിൻ്റെ ലേഔട്ടും സ്ട്രക്ചറും ഒക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആണെന്ന് പറയുന്നത് CSS എന്ന് പറയുന്നത് കേട്ടോ. ഒരു വെബ് പേജിനെ സ്റ്റൈലിഷ് ആക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലേഔട്ടിൻ്റെ കളറ്, ബാക്ക്ഗ്രൗണ്ട് കളറ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ലെങ്കിൽ കൂടുതൽ അനിമേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ വെബ് പേജിനെ ഒന്ന് സ്റ്റൈലിഷ് ആക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുവാനായിട്ട് സാധിക്കും. യൂഷ്വലി HTML കോഡുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റും കൂടി നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്യുന്നത്. മനസ്സിലാക്കുക. XML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് കേട്ടോ. എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ് XMLൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നമുക്കൊരു വെബ് പേജിനെ കറക്റ്റ് സ്ട്രക്ചർ, ലേഔട്ടും സ്ട്രക്ചറും ഒക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് XML എന്ന് നമുക്ക് പറയുന്നത് കേട്ടോ. XML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് പേജിൻ്റെ സ്ട്രക്ചർ, സ്റ്റേബിളായിട്ടുള്ള ഒരു സ്ട്രക്ചറും ലേഔട്ടും ഒക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ എന്താണ് ഡൈനാമിക് വെബ്സൈറ്റ് എന്നും എന്താണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്നും ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. സോ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോട്ടോകോൾ യൂസ്ഡ് ടു ട്രാൻസ്ഫർ വെബ് പേജസ് ഓൺ ദ ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റിനകത്ത് വെബ് പേജസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിരുന്നു എന്താണ് പ്രോട്ടോകോൾ. ഒരു നെറ്റ്വർക്കിനകത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുവാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂളുകളെയാണ്, ഒരു കൂട്ടം നിയമങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ A FTP, ഓപ്ഷൻ B SMTP, ഓപ്ഷൻ C HTTP, ഓപ്ഷൻ D SNMP. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഒരു ഇൻ്റർനെറ്റിനകത്ത് അല്ലെങ്കിൽ നെറ്റ്വർക്കിനകത്ത് വെബ് പേജസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു സോഴ്സിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് സഹായിക്കുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് HTTP ആണ് കേട്ടോ. HTTPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകളെ, വെബ് പേജുകളെ പറയുന്ന മറ്റൊരു പേരാണ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്. എന്തുകൊണ്ടാണ് ഇതിനെ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയാൻ കാരണം? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ് ആയതുകൊണ്ടാണ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റിനെ ഒരു നെറ്റ്വർക്കിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ കേട്ടോ. ഞാനിവിടെ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് എഴുതി. ഇതിൻ്റെ ഫുൾ ഫോം വന്നിട്ട് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ കേട്ടോ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണേ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, ദെൻ മറ്റ് ചില പ്രോട്ടോക്കോളിൻ്റെ പേര് കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനായിട്ട് വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലഭിക്കുന്ന ഏരിയാസിലിരിക്കുന്ന ഡിവൈസസ് നമ്മൾ ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റണം. അതിനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് എന്തെന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ FTP എന്ന് പറയുന്നത് കേട്ടോ.
ദെൻ മറ്റൊരു പ്രോട്ടോക്കോളാണ് SMTP. SMTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഒരു സോഴ്സിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് മെയിൽ അയക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന, മെയിൽസ് സെൻഡ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടോക്കോളാണ് SMTP എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. SMTP അല്ലെങ്കിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇമെയിൽസ് ഒക്കെ അയക്കുവാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടോക്കോളാണ് SMTP എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് SNMP, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് SNMP എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു നെറ്റ്വർക്കിനെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുവാനും മാനേജ് ചെയ്യുവാനും സഹായിക്കുന്ന, പ്രത്യേകിച്ച് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാരെയൊക്കെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർമാരെ എല്ലാം സഹായിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് SNMP അല്ലെങ്കിൽ സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ, വൃത്തിയായിട്ട് തന്നെ പഠിച്ചു പോവുക. അതേപോലെ തന്നെ മെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് 2 പ്രോട്ടോക്കോൾ കൂടിയുണ്ട്. ഒന്ന് POP3 പ്രോട്ടോക്കോൾ. POP3 പ്രോട്ടോക്കോളിൻ്റെ ഫുൾ ഫോം എന്താ? പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ 3 വെർഷൻ 3 എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അതുപോലെ തന്നെ IMAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. ഇവയെല്ലാം മെയിൽ സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രോട്ടോക്കോളുകളാണ് കേട്ടോ. SMTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസ് അയക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾ ആണെങ്കിൽ, ഇവിടെ പറഞ്ഞ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോളും ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോളും മെയിൽസ് റിസീവ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളുകളാണ്. വൃത്തിയായിട്ട് പഠിച്ചുകൊള്ളുക കേട്ടോ. ദെൻ നമുക്ക് മെല്ലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡസ് ദ ടേം വെബ് ഹോസ്റ്റിംഗ് റെഫർ ടു? എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, ക്രിയേറ്റിംഗ് എ വെബ്സൈറ്റ്. ഓപ്ഷൻ ബി, റെന്റിംഗ് സ്പേസ് ഓൺ എ സെർവർ ഫോർ വെബ് കണ്ടന്റ്. ഓപ്ഷൻ സി, ഡെലിവറിംഗ് ഇമെയിൽ സർവീസസ്. ഓപ്ഷൻ ഡി, റിട്രീവിംഗ് ഡാറ്റ ഫ്രം എ ഡാറ്റാബേസ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, റെന്റിംഗ് സ്പേസ് ഓൺ എ സെർവർ ഫോർ വെബ് കണ്ടന്റ്. ഒരു വെബ് കണ്ടന്റിനെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനെ സ്റ്റോർ ചെയ്യുവാൻ വേണ്ടിയിട്ട് സെർവറിൻ്റെ സ്പേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെന്റിനെടുക്കുന്നു. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് സെർവറിലേക്ക് നമ്മുടെ വെബ്സൈറ്റിനെ സ്റ്റോർ ചെയ്യുന്ന, ഒരു സ്പേസിലേക്ക് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റിംഗ് സ്പേസ് ഓൺ എ സെർവർ ഫോർ വെബ് കണ്ടന്റ്. ഇതാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ആൻ ഐഫ്രെയിം? എന്താണ് ഐഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടാഗാണ് കേട്ടോ. ഐഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്ക് HTML ഒരു ടാഗാണ്. എന്താണ് ഐഫ്രെയിം അല്ലെങ്കിൽ ഇന്റേണൽ ഫ്രെയിം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓപ്ഷൻ എ, എ ടൈപ്പ് ഓഫ് ഇമേജ് ഫയൽ. ഓപ്ഷൻ ബി, ആൻ ഇൻലൈൻ ഫ്രെയിം ദാറ്റ് അലോസ് ഫോർ എംബഡിംഗ് അനദർ HTML document within the current document. ഓപ്ഷൻ സി, എ ഫ്രെയിംവർക്ക് ഫോർ ബിൽഡിംഗ് വെബ് ആപ്ലിക്കേഷൻസ്. ഓപ്ഷൻ ഡി, എ CSS പ്രോപ്പർട്ടി ഫോർ സ്റ്റൈലിംഗ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? ഐഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻലൈൻ ഫ്രെയിം. ഞാൻ നേരത്തെ ഇന്റേണൽ ഫ്രെയിം എന്ന് പറഞ്ഞു, ഇൻലൈൻ ഫ്രെയിം ആണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആൻ ഇൻലൈൻ ഫ്രെയിം ദാറ്റ് അലോസ് ഫോർ എംബഡിംഗ് അനദർ HTML document within the current document. ഒരു HTML ഡോക്യുമെൻറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു വെബ് പേജിനകത്ത് മറ്റൊരു വെബ് പേജിനെ കൊണ്ടുവയ്ക്കുവാൻ സഹായിക്കുന്ന ഒരു ടാഗാണ് ഐഫ്രെയിം എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. കറൻ്റ്ലി ഒരു HTML ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് എനിക്ക് ഉണ്ട്. ആ വെബ് പേജിനകത്ത് മറ്റൊരു വെബ് പേജിനെ കൊണ്ട് പ്ലേസ് ചെയ്യുവാനായി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു HTML ടാഗാണ് ഇൻലൈൻ ഫ്രെയിം അല്ലെങ്കിൽ ഐഫ്രെയിം എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് വളരെ എന്താ പറയേണ്ടത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് മറ്റൊരു പേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വെബ് പേജിനകത്ത് കൊണ്ടുവെക്കാൻ പറ്റും. പ്രധാനപ്പെട്ട ചില അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. ചില അഡ്വർടൈസ്മെൻറ്റ് ഒരു എക്സിസ്റ്റിംഗ് സൈറ്റിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ആഡ്സ് വരും. അപ്പോൾ ഇങ്ങനെ ആഡ്സ് ഒക്കെ നമുക്ക് ഐഫ്രെയിം ഉപയോഗിച്ച് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ പിന്നെ ആരും അങ്ങനെ പ്രോഗ്രാം ചെയ്ത് കുത്തിയിരുന്ന് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് വെബ് പേജ് ചെയ്യുന്നില്ല. വേർഡ് പ്രസ് പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കൂടുതൽ ആളുകളും ഇന്ന് വെബ്സൈറ്റും വെബ് പേജൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കോഡൊക്കെ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ജനറേറ്റഡ് ആവും. നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെസ്ക്രൈബ്സ് എ കുക്കി ഇൻ എ വെബ് ടെക്നോളജി? വെബ് ടെക്നോളജിക്കകത്ത് കുക്കി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. കുക്കീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? കുക്കീസ് എ ടൈപ്പ് ഓഫ് ഒരു തരത്തിലുള്ള ബിസ്ക്കറ്റാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് PSC പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ എന്താണ് കുക്കി എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. എ സ്മോൾ പീസ് ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഓൺ എ യൂസേഴ്സ് കമ്പ്യൂട്ടർ ബൈ എ വെബ് ബ്രൗസർ. ഓപ്ഷൻ ബി എ മെത്തേഡ് ഫോർ എൻക്രിപ്റ്റിംഗ് ഡേറ്റ. ഓപ്ഷൻ സി എ ഫ്രെയിംവർക്ക് ഫോർ ബിൽഡിംഗ് വെബ്സൈറ്റ്സ്. ഓപ്ഷൻ ഡി എ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇപ്പോൾ എന്താണ് കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കുക്കീസ് എ സ്മോൾ പീസ് ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഓൺ എ യൂസേഴ്സ് കമ്പ്യൂട്ടർ ബൈ വെബ് ബ്രൗസർ. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഒരു കുക്കീസ് എന്ത് ചെയ്യും? അവർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അയക്കും. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ചില സൈറ്റുകളൊക്കെ നിങ്ങൾ ആക്സസ് ചെയ്യുമ്പോഴത്തേക്ക് പ്ലീസ് ആക്സെപ്റ്റ് ഓൾ കുക്കീസ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ പറയും. നമ്മൾ ആ കുക്കീസ് മൊത്തം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീണ്ടും ആ സെയിം സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ. അപ്പോൾ കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ എ സ്മോൾ പീസ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഓൺ എ യൂസേഴ്സ് കമ്പ്യൂട്ടർ ബൈ വെബ് ബ്രൗസർ. അപ്പോൾ ഒരു വെബ് ബ്രൗസർ ഈ ഒരു ചെറിയ പീസ് ഓഫ് ഡാറ്റയെ അല്ലെങ്കിൽ ചെറിയ പീസ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. നമുക്കറിയാം, ഒരു യൂസർ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോഴത്തേക്ക് അയാളുടെ ഒരു സ്ഥിരം നാവിഗേഷൻ ഏരിയാസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു യൂസർ എന്തെല്ലാം ആക്ഷൻസ് ആണോ ആ വെബ്സൈറ്റിനകത്ത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം കുക്കീസ് സ്റ്റോർ ചെയ്യും. ഇത്തരം കാര്യങ്ങളെല്ലാം കുക്കീസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡാറ്റയെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ എഗെയിൻ ആ സെയിം സൈറ്റ് ഞാൻ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ സ്ഥിരമായിട്ട് സന്ദർശിക്കാൻ ഇടയുള്ള ഭാഗങ്ങളെല്ലാം വളരെ ഫ്ലെക്സിബിളായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടും. അതിന് സഹായിക്കുന്ന എ പീസ് ഓഫ് സ്മോൾ ഡേറ്റ ആണെന്ന് പറയുന്നത് കുക്കീസ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരാം. സോ നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. യാതൊരു കൺഫ്യൂഷനും വേണ്ട. നമുക്കറിയാമല്ലോ, എക്സാമിന് നിന്ന് കൂടുതലും പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡെഫിനിഷനും ഡിസ്ക്രിപ്ഷനൊക്കെ നന്നായിട്ട് വായിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. എപ്പോഴും ഒരു ട്രെയിനറിൻ്റെ കീഴിൽ ട്രെയിനിങ്ങിൽ പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ ചില ടെക്നിക്കൽ ടേംസ് ഒന്നും എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടിയെന്ന് വരില്ല. കാരണം നിങ്ങൾ പലരും നമ്മുടെ ആർട്സ് ബിരുദമോ മറ്റ് സയൻസ് ബിരുദമോ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. സോ കമ്പ്യൂട്ടർ ടെക്നോളജീസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഒരു ട്രെയിനറിൻ്റെ കീഴിൽ തന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കായിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. തയ്യാറെടുക്കാം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. ലക്ഷ്യബോധത്തോടെ പ്രയത്നിച്ചാൽ വിജയമുറപ്പ് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ലക്ഷ്യബോധമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ കുത്തിയിരുന്ന് കാണുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വിലയിരുത്തുവാനായിട്ട് മോഡൽ എക്സാംസ് ഉണ്ടാവും, ഡെയിലി ടോപ്പിക് റിവിഷൻ ഉണ്ടാവും, എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ടാവും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് തന്നെ പഠിച്ചിരിക്കണം. അത് ഏതൊരു എക്സാം ആയാലും നമുക്കത് വലിയൊരു സഹായകരമായിരിക്കും. കാരണം അത്തരം ചോദ്യങ്ങൾ തന്നെ വീണ്ടും വേറൊരു രൂപത്തിൽ വേറൊരു ഭാവത്തിൽ ചോദിക്കും. സോ അവ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയുക. കോഴ്സിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെല്ലാം വന്ന് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെ ചോദിക്കാം. വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും വാട്സാപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യുക. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.